ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തെയും പോലെ എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് തന്നെ കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഉപ്പും പരലുപ്പും കർപ്പൂരവുമാണ്. അപ്പം നമുക്ക് ഒരു ബൗളിനകത്ത് ഞാൻ കുറച്ച് പരലുപ്പ് എടുത്തിട്ടുണ്ട്. എത്രമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പം അതിനകത്ത് ഞാനൊരു 3 കർപ്പൂരവും കൂടെ പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ കർപ്പൂരത്തിൻ്റെ നല്ലൊരു എഫക്റ്റ് അറിയാമല്ലോ. അപ്പോൾ കർപ്പൂരവും പരലുപ്പും കൂടെ ചേർന്നാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആ പൊടിച്ച കർപ്പൂരം പരലുപ്പിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് തറ തുടയ്ക്കാനൊക്കെ നല്ലൊരു മണമാണ്, നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം ഇതിൽ നിന്ന് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് കർപ്പൂരം ഉണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കർപ്പൂരം നല്ലോണം അലിഞ്ഞ് കിട്ടും കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് പൊടിയായിട്ട് കിടന്നാൽ പോലും അത് നല്ല രീതിയിൽ അതിനകത്ത് അലിഞ്ഞ് കിട്ടും. അപ്പോൾ ഈ വെള്ളം വെച്ചിട്ട് നമുക്ക് തറ തുടയ്ക്കാം. അതല്ല എങ്കിൽ നമ്മുടെ ടോയ്ലറ്റിനകത്ത് നമ്മുടെ ബാത്റൂമിലെ ഹോളിനകത്ത്, വെള്ളം പോകുന്ന ഹോളിനകത്ത്, അതേപോലെ സിങ്കിനകത്ത്, വാഷ് ബേസിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഇത് വെച്ച് നമുക്ക് തുടയ്ക്കാം. അതേപോലെ തന്നെ നല്ലൊരു മണമായിരിക്കും. നമുക്ക് റൂമിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ വെള്ളം വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് തറയൊക്കെ തുടയ്ക്കുന്നത് ഈ ഒരു വെള്ളം വെച്ചിട്ടാണ്. നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടുന്നത് മാത്രമല്ല നല്ലൊരു മണമായിരിക്കും. പ്രത്യേകിച്ച് ഈ പരലുപ്പും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കർപ്പൂരവും കൂടെ ചേരുമ്പോഴുള്ള നല്ലൊരു മണമായിരിക്കും. അപ്പോൾ ഈച്ച ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും കേട്ടോ. അപ്പം ഈച്ച അതേപോലെ തന്നെ ചെറിയ പ്രാണികൾ അതൊന്നും ഉണ്ടാവില്ല ഇത് വെച്ച് തുടയ്ക്കുകയാണെങ്കിൽ. നമ്മുടെ അതേപോലെ കിച്ചൺ സ്ലാബിലൊക്കെ ഇത് വെച്ച് തുടച്ച് എടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ സ്വല്പം വാസലിൻ ഇതേപോലെ ഒന്ന് തൊട്ടിട്ട് നമ്മൾ കുട്ടികളൊക്കെ കൊണ്ടുവന്ന ബാഗിൻ്റെ സിബിനകത്തൊന്ന് തേച്ച് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് സിബ് വിട്ടുപോകത്തില്ല. അപ്പോൾ കുട്ടികൾ സിബ് നോക്കാതെ തന്നെ തുറക്കുകയൊക്കെ ചെയ്യുമ്പം എപ്പോഴും ബാഗ് സിബ് കളഞ്ഞിട്ട് കൊണ്ടുവരും അല്ലേ. അപ്പം ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരെത്ര വലിച്ച് തുറക്കുകയും ചെയ്താലും പെട്ടെന്ന് സിബ് കംപ്ലൈൻ്റ് ആവില്ല. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ നമുക്ക് വാസലിൻ നമ്മുടെ മിക്സിയുടെ ബ്ലേഡിനകത്ത് ഇട്ട് കൊടുത്താൽ നമ്മൾ മിക്സി എത്ര ടൈറ്റായിട്ട് ഇരുന്നാൽ പോലും നമുക്ക് അരയ്ക്കുന്നതിനൊക്കെ നല്ല രീതിയിൽ മിക്സിയുടെ ബ്ലേഡ് ഓടും. അതേപോലെ തന്നെ ഇപ്പോൾ കണ്ടോ, സിബ് നമുക്ക് തുറക്കുന്നതിന് അടക്കുന്നതിന് ഒരു പ്രയാസവും കാണില്ല. ഇതേപോലെ കണ്ടോ. അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സിബ് ഇടാനും അടയ്ക്കാനും ഒക്കെ പറ്റും. അതേപോലെ തന്നെ മിക്സിയുടെ ബാക്ക് ഭാഗത്ത്, ബുഷിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒരു ബഡ്സിനകത്ത് വാസലിൻ തൊട്ടിട്ട് ഒന്ന് ഇതേപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള അഴുക്കെല്ലാം പോയി കിട്ടും കേട്ടോ. അപ്പോൾ ബാക്ക് ഭാഗത്ത് നല്ല രീതിയിൽ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ കയറിയിരിക്കും. അപ്പം ബ്ലേഡ് കറങ്ങുന്നതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ ബഡ്സിനകത്തൊരു തുള്ളി വാസലിൻ തൊട്ടിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിലത്തെ അഴുക്കെല്ലാം ഇങ്ങ് പോയി കിട്ടും. ഇതേപോലെ തന്നെ നമ്മുടെ മിക്സിക്കകത്തും കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മിക്സിയുടെ ബ്ലേഡിനകത്ത് ഒന്ന് വെറുതെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര ടൈറ്റായിട്ട് ഇരിക്കുന്ന ബ്ലേഡാണെങ്കിൽ പോലും ഇതിട്ട് ഒന്ന് തേച്ച് കറക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സ്പീഡിൽ തന്നെ നല്ല ബ്ലേഡ് ഓടും കേട്ടോ. ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. ഇനിയിപ്പം നമ്മൾ ഷാമ്പു ആണ് എടുക്കുന്നത്. ഒരു തുള്ളി ഷാമ്പു മാത്രം മതി. അത് വെറും 1 രൂപയുടെ ഷാമ്പു ആണെങ്കിലും മതി. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലത്തെ അഴുക്ക്, അതേപോലെ തന്നെ എണ്ണമെഴുക്ക്, കാരണം സ്ഥിരം നമ്മൾ ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കുകയല്ലേ. അപ്പോൾ എന്തെല്ലാം വെച്ച് നമ്മൾ ക്ലീനാക്കിയാൽ നമ്മൾ ഈ ഷാമ്പു വെച്ചൊന്ന് ക്ലീനാക്കുമ്പോഴത്തേനും അതിൻ്റെ പ്രത്യേകതയുണ്ട്. കാരണം എത്ര നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ എന്ത് അഴുക്കിരുന്നാലും എന്ത് പാടിരുന്നാലും ഈ ഒരു വെള്ളം നമ്മൾ ടിഷ്യൂ പേപ്പറിലോ അതേപോലെ കോട്ടൺ തുണിയിലോ ഒന്ന് കുടഞ്ഞിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് മുക്കിയിട്ട് ഒന്ന് തേച്ച് കൊടുത്താലും മതി. നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. ഇപ്പോൾ എത്ര പഴക്കം ചെന്ന ഗ്യാസ് അടുപ്പാണെങ്കിലും നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും കേട്ടോ. അപ്പം നമ്മൾ ചോറ് അതേപോലെ എന്ത് പതച്ച് പൊങ്ങിപ്പോയി ഉണങ്ങി പിടിച്ചതാണെങ്കിൽ പോലും ഇത് വെച്ചൊന്ന് തൊട്ടാൽ മതി. അതേപോലെ തന്നെ കറിയൊക്കെ താളിക്കുമ്പോഴത്തേന് അതിൻ്റെ എണ്ണമയം അതെല്ലാം വീണിട്ട് അരപ്പെല്ലാം വീണിട്ട് എത്ര പഴക്കം ചെന്ന പാടുകളുണ്ടെങ്കിൽ പോലും ഇത് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ആ പാടെല്ലാം പോയിട്ട് പുതിയ അടുപോലെ ഇരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം.
കണ്ടോ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഉറഞ്ഞിരിക്കുന്ന ഇത് ഇതേപോലെ തന്നെ സ്റ്റീലിൻ്റെ അടുപ്പാണേലും ഇതിനേക്കാളും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം. നല്ല രീതിയിൽ തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പം സ്റ്റീലിൻ്റെ അടുപ്പ് ഇതേപോലെ ചെയ്താലും നല്ല പുതിയതുപോലെ ആയിരിക്കും. അതുപോലെ എൻ്റെ നോബിൻ്റെ ഇടയിലൊക്കെ ഇത് വെച്ചൊന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് കോട്ടൺ ടവൽ വെച്ചൊന്ന് തുണി തുടച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബർണറൊക്കെ നല്ല രീതിയിൽ കത്തുകയും ചെയ്യും കേട്ടോ. അതല്ല എങ്കിൽ നമുക്ക് ഇതേപോലെ പൊടി, എണ്ണ ഇതെല്ലാം ബർണറിനകത്തൊക്കെ കയറിയിട്ട് മഞ്ഞ കളർ തീയൊക്കെ കത്താനൊക്കെ സാധ്യതയുണ്ട്. അപ്പം ഇതേപോലെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുത്തതിന് ശേഷം കത്തിക്കുകയാണെങ്കിൽ ഗ്യാസ് ഒട്ടും ലീക്കാവാതെ തന്നെ നല്ല രീതിയിൽ ഗ്യാസ് അടുപ്പ് കത്തുകയും ചെയ്യും കേട്ടോ. അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല ടിപ്സുകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലെത്തുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.